എല്ലാവർക്കും നമസ്കാരം. VHSC വിദ്യാലയത്തിന്റെ 4ാമത്തെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ് നമ്മൾ മീറ്റ് കുക്കറിയെ കുറിച്ചാണ് കൂടുതലായിട്ട് എടുത്തത്. അതിൽ കട്ട്സ് ഓഫ് ലാമ്പ് അല്ലെങ്കിൽ കട്ട്സ് ഓഫ് മട്ടൺ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഫിഷിന്റെ ആൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് മട്ടണിലേക്ക് നമ്മൾ കടന്നിരുന്നു. നോട്ട്സും അതുപോലെ തന്നെ അസൈൻമെന്റ്സുകളൊക്കെ എല്ലാവരും ചെയ്തു വിചാരിക്കുന്നു. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മീറ്റിന്റെ 2ാമത്തെ ഭാഗം, മീറ്റിലെ 3 നമ്മൾ പറഞ്ഞത് മേജർ ആയിട്ടുള്ളത്. ഒന്ന് മട്ടൺ ഓർ ലാമ്പ്, അതുപോലെ തന്നെ ബീഫ്, അതുപോലെ തന്നെ പോർക്ക്. അപ്പൊ അത് കൂടാണ്ട് പോളിട്രിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൽ നമ്മൾ കട്ട്സ് ചിക്കൻ മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ആൾമോസ്റ്റ് ഒരുപോലെയുള്ള കട്ടായിരിക്കും, അതുകൊണ്ട് ചിക്കനാണ് നമ്മൾ കൂടുതലായിട്ട് നോക്കുന്നത്. അങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ കൂടുതൽ സംസാരിക്കാം. ഇനി നമ്മൾ 2ാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ മട്ടൺ കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മട്ടന്റെ ലാമ്പിന്റെ കട്ട്സ് ഏതൊക്കെയാണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ അടുത്തതായിട്ട് എങ്ങനെയൊക്കെയാണ് ഒരു മട്ടൺ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുക, അതിന്റെ പേരുകളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്. അതുപോലെ തന്നെ ഹൗ ടു സെലക്ട് മട്ടൺ, ഇത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത്. സോ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് സെയിം അടുത്ത മീറ്റ് ആണ്. അടുത്ത മീറ്റ് ഏതാണ്? ബീഫ്, അല്ലെ? അപ്പൊ ബീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്കതില് മേജറായിട്ട് നമ്മൾ പറയണത് ബീഫ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ശരിക്ക് പോത്ത്, അതല്ലെങ്കിൽ പശു, ഇതിന്റെയൊക്കെ മീറ്റ് നമ്മൾ കോമൺ ആയിട്ട് ബീഫ് എന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പോ അത്തരം മീറ്റ് നമ്മൾ ബീഫ് എന്ന് പറയാറുണ്ട്. അപ്പോ പശു, കാള, പോത്ത്, ആ ഒരു വർഗത്തിൽ പെടുന്ന എല്ലാം തന്നെ നമ്മൾ ബീഫ് എന്ന് കോമൺ ആയിട്ട് പറയാറുണ്ട്. സോ നമുക്ക് ആദ്യം അതിന്റെ കട്ട്സ് നോക്കാം. ബീഫ് ഇറ്റ് ഈസ് എ മീറ്റ് ഓഫ് എ ബുൾ. ശരിക്കും കാളയുടെ ഇറച്ചിക്കാണ് ബീഫ് എന്ന് പറയുന്നത്, അങ്ങനെ പറയുന്നത് കാള. പക്ഷെ നമ്മളിവിടെ കോമൺ ആയിട്ട് എല്ലാത്തിന്റെയും ഇറച്ചി നമ്മൾ പറയാറുണ്ട് ബീഫ് എന്നുള്ളത്. ഓക്കെ, ലെറ്റ് സി എന്താ നോക്കാം. നമുക്ക് അതിന്റെ കട്ട്സ് നോക്കാം. ഞാനിവിടെ പശുവിന്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ആൾമോസ്റ്റ് എല്ലാത്തിനും ഒരു കട്ട് തന്നെയാണ് വരുന്നത്. അതിന്റെ ഭാഗങ്ങളിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. 9 കട്ടാണ് വരുന്നത് കേട്ടോ, 9 കട്ട്. അപ്പൊ അതില് ആദ്യത്തെ വരുന്നത് ചങ്ക്, അതുപോലെ തന്നെ 2ാമത്തത് റിബ്, 3ാമത്തത് ഷോർട്ട് ലിയോൺ, 4ാമത്തത് സെർലിയോൺ, 5 റൗണ്ട്, 6 ഫ്ലാങ്ക്, 7 ഷോർട്ട് പ്ലേറ്റ്, 8 ബ്രിസ്ക്കറ്റ് അല്ലെങ്കിൽ ബ്രസ്റ്റ്, 9 ഫോർഷാങ്ക്. ഓക്കെ, ഇത്രയും പേരുകളാണ്. അത് പ്രൊനൗൺസ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. കട്ട്സ് എപ്പോഴും ചോദിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു മീറ്റ് എന്തായാലും ചോദിക്കാണ്ടിരിക്കത്തില്ല. ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ഡ്രോ ആൻഡ് മാർക്ക്. വരച്ച് നമ്മൾ പശുവിനെ വരച്ച് അതിന്റെ അതല്ലെങ്കിൽ ആട് അല്ലെങ്കിൽ ചിക്കൻ വാട്ടർ, അത് വരച്ച് നമ്മൾ മാർക്ക് ചെയ്യാനാണ് പറയാറ് സാധാരണ. ഓക്കെ, അപ്പൊ അത്രയും ഭാഗങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇത്രയാണ് ഞാൻ പറഞ്ഞ ഭാഗങ്ങളാണ്. വേറെ ഒന്നും പഠിക്കാനുള്ള എവിടെ വരുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് നിങ്ങൾ സ്ലൈഡ് നോക്കാം, സ്ലൈഡ് ശ്രദ്ധിക്കുക. അപ്പൊ സ്ലൈഡ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഭാഗം എവിടെയാണ് വരുന്നത്. ഞാൻ ഒന്നും കൂടി വായിച്ചു തരാം. ഇറ്റ് ഈസ് എ മീറ്റ് ഓഫ് ബുൾ, കട്ട്സ് ഓഫ് ബീഫ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ. ഫസ്റ്റ് ചങ്ക്, ശ്രദ്ധിക്കുക ഏത് ഭാഗത്താണ് വരുന്നത് എന്നുള്ളത്. സെക്കൻഡ് റിബ്, 3 ഷോർട്ട് ലിയോൺ, 4 സിർലിയോൺ, റൗണ്ട്, 6ാമത്തത് ഫ്ലാങ്ക്, 7ാമത്തത് ഷോർട്ട് പ്ലേറ്റ്, 8ാമത്തത് ബ്രിസ്ക്കറ്റ്, 8ാമത്തത് വരുന്നത് ബ്രിസ്ക്കറ്റ് അല്ലെങ്കിൽ ബ്രസ്റ്റ്, 9ാമത്തത് ഫോർഷാങ്ക് കേട്ടോ. അപ്പൊ ഓരോ ഭാഗങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് സ്ലൈഡിൽ കാണാൻ പറ്റും എവിടെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്ന ഭാഗം ഇന്ന സ്ഥലത്താണെന്നുള്ളത് പിക്ചറിൽ നോക്കി മനസ്സിലാക്കി നിങ്ങൾ പഠിക്കുക കേട്ടോ. ഇത്രയാണ് നമുക്ക് കട്ട്സ് പഠിക്കാനുള്ളത്. ഇതിന്റെ ബീഫ് കേട്ടോ. അപ്പൊ ഇതിൽ കാണിച്ചൊരു പശുവിന്റെ ചിത്രമാണ്. ശരിക്കും നോർമലി മീറ്റ് ഓഫ് എ ബുൾ എന്നാണ് നമ്മൾ സാധാരണ കാളയുടെ ഇറച്ചിക്കാണ് പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ എല്ലാത്തിനും ബീഫ് എന്ന് പറയും. പശു, കാള, പോത്ത് എല്ലാം വരും കേട്ടോ. ഇത്രയാണ് കട്ട്സ് വരുന്നത്. ഇനി അടുത്തത് നമുക്ക് അതിന്റെ നെക്സ്റ്റ് പോയിന്റ്, സയൻസ് ഓഫ് ഗുഡ് ക്വാളിറ്റി ഓഫ് ബീഫ്. അതായത് ഒരു ബീഫിന്റെ മീറ്റ് നമ്മൾ വാങ്ങാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയൊക്കെ നമുക്കത് നോക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ക്വാളിറ്റി എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അതിൽ ആദ്യത്തെ ഒന്ന് പറഞ്ഞത്, ലീൻ മീറ്റ് ഷുഡ് ബി ഹാവ് എ ബ്രൈറ്റ് റെഡ് ഇൻ കളർ വിത്ത് എ സ്മോൾ ഫ്ലേക്സ്. അതായത് മീറ്റിന്റെ കളർ ഷുഡ് ബി എ ബ്രൈറ്റ് റെഡ് കളർ എന്ന് പറഞ്ഞു, കുറച്ച് ഉദിച്ച റെഡിഷ് കളർ ആയിരിക്കും നമ്മുടെ മീറ്റ് ഉണ്ടായിരിക്കുന്നത്. വിത്ത് സ്മോൾ ഫ്ലേക്സ്, ഷെയ്ഡ്സ് ഉണ്ടായിരിക്കുന്ന അർത്ഥം. ബ്ലാക്ക് ഷെയ്ഡ്സ് നമുക്ക് മീറ്റിൽ കാണാൻ പറ്റും കേട്ടോ. ബ്ലാക്ക് ഷെയ്ഡ്സ് വിത്ത് റെഡ് കളേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അതാണ് അതിന്റെ ആദ്യത്തെ കാര്യം. 2ാമത്തത്, ദ ഫാറ്റ് ഷുഡ് ബി ഫേം, ബ്രിട്ടിൽ, ക്രീം വൈറ്റ് ഇൻ കളർ ആൻഡ് ഓർഡർലെസ്. അതായത് ദ ഫാറ്റ് ഷുഡ് ബി ഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പുള്ളതായിരിക്കണം. 2ാമത്തത് ബ്രിട്ടിൽ എന്ന് പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ ഹാർഡ് ആയിരിക്കും, പക്ഷെ നമുക്ക് കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്യാൻ വളരെ എളുപ്പമുള്ളതായിരിക്കണം. അതിനാണ് ബ്രിട്ടിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഫേം എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ളത്,
നമ്മൾ തൊട്ട് നോക്കിയാൽ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ബ്രിട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫേം എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ളത്, ബ്രിട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടാൽ നമുക്ക് ഹാർഡായിട്ട് തോന്നുമെങ്കിലും വിത്ത് എ നൈഫ് വി ക്യാൻ കട്ട് ഇറ്റ് ഈസിലി. അങ്ങനത്തെ സാധനമായിരിക്കണം, അതാണ് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഓക്കെ, ക്രീമി വൈറ്റ് ഇൻ കളർ. ക്രീമി വൈറ്റ് ഇൻ കളർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ക്രീമി വൈറ്റ് ഇൻ കളർ ആൻഡ് ഓർഡർലെസ്, അതായത് ഒരു പെയിൽ കളർ ആയിരിക്കും അധികം ബുള്ളിനുണ്ടാവും. അതിപ്പോ ഓരോ മീറ്റിനും ഓരോ പോലെയാണ്. ഇപ്പൊ നമ്മൾ പോത്താണെങ്കിൽ കുറച്ചുകൂടി ഡാർക്ക് റെഡിഷ് കളർ ആയിരിക്കും. ഇവിടെ ബുള്ളിന്റെ കാര്യമാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് അത് ക്രീമി ബ്രൈറ്റ് കളേഴ്സ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. ക്രീമി വൈറ്റ് ഇൻ കളർ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഓർഡർലെസ്. ഓർഡർലെസ് എന്ന് പറഞ്ഞാൽ, ഓർഡർ എന്ന് പറഞ്ഞാൽ ODOUR. ഓർഡർ എന്ന് ഉദ്ദേശിക്കുന്നത് ദുർഗന്ധം, അല്ലെങ്കിൽ ഒത്തിരി നമ്മൾ മീറ്റ് കട്ട് ചെയ്ത് ഒത്തിരി നാളായി കഴിഞ്ഞാൽ എന്ന് സ്മെല്ല് വരും. അപ്പൊ അങ്ങനത്തെ പഴകിയ മീറ്റ് ആവരുത്. പഴകിയ മീറ്റ് ആണെങ്കിൽ എന്തായാലും അതിനെന്തായിരിക്കും? ഓർഡർ. ഓർഡർ എന്ന് പറഞ്ഞാൽ ദുർഗന്ധം ഉണ്ടായിരിക്കും, അപ്പൊ അത് ഇല്ലാത്തതായിരിക്കും. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്, ബീഫ് ഇൻ ഗുഡ് കണ്ടീഷൻ ഷുഡ് ഹാവ് എ സ്റ്റീക്ക് of fat running through the lean section and the flesh should be raised again quickly after being pressed with the fingers. ഇത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഫാറ്റ് ഉണ്ടായിരിക്കും. ഇതിന്റെ ഫാറ്റ് എവിടെയാണ് ഉണ്ടായിരിക്കുന്നത്? ഫാറ്റ് ഉണ്ടാവുന്നത് സ്റ്റീക്ക് ഭാഗത്താണ് ഫാറ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ സ്റ്റീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? വാരിയെല്ല് ഉള്ള ഭാഗത്തിനാണ് നമ്മൾ സ്റ്റീക്ക് എന്ന് പറയുന്നത്. അപ്പൊ വിത്ത് ബോണുള്ള സ്റ്റീക്ക്. അപ്പൊ ആ ഒരു ഭാഗങ്ങളിലായിരിക്കും ഇതിന്റെ ഫാറ്റ്, എല്ലാ ബോണിന്റെ സൈഡിലൂടെയും ഫാറ്റ് ഓടിക്കൊണ്ടിരിക്കും. ഫാറ്റ് എന്ന് പറഞ്ഞാൽ കൊഴുപ്പ് പാടകൾ, നമുക്ക് വെളുത്ത കളറിലെ പാടകൾ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ മീറ്റിന്റെ ഒരു ചെക്കിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഫിഷ് പണ്ട് പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒന്ന് പ്രഷ് ഹാർഡായിട്ട് പിടിച്ചാൽ തീർച്ച അതേ അവസ്ഥയിൽ വരും. കുറച്ചും കൂടി നല്ല സ്റ്റിഫായിട്ടുള്ളത്. ചിലത് എന്താണെന്ന് വെച്ചാൽ പ്രസ്സിങ് ഉണ്ടാവില്ല, നല്ല ഹാർഡ്, ഒരുപാട് ഹാർഡായി കഴിഞ്ഞാൽ നമുക്കത് പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഒത്തിരി മോശമായി കഴിഞ്ഞാൽ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വരത്തൂല്ല. അപ്പൊ അതാണ്. പക്ഷെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ വരുന്ന രീതിയിൽ, ഫിംഗർ ഉപയോഗിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഉപയോഗിച്ച് വരുന്ന രീതിയിലായിരിക്കണം മീറ്റ്. എന്തായിരിക്കും? നല്ല മീറ്റ് ആയിരിക്കും. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ സയൻസ് ഓഫ് ഗുഡ് ക്വാളിറ്റി ബീഫ്, അതായത് ബീഫ് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഈ 3 പോയിന്റാണ് നമ്മളിതിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇനി അടുത്തത് എന്താണ്? അടുത്തത് പോർക്കാണ്. പോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പന്നി അല്ലെ? പന്നി. പോർക്ക് എന്ന് പറഞ്ഞാൽ പിഗ് അല്ലെങ്കിൽ പന്നി. പോർക്ക് എന്ന് പറഞ്ഞാൽ മാംസത്തിനാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാമ്പ്, മട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗോട്ടിന്റെ അല്ലെങ്കിൽ ആടിന്റെ ഇറച്ചിക്കാണ് പറയുന്നത്. ബീഫ് എന്ന് പറഞ്ഞാൽ പശു, കാള, അതിന്റെയൊക്കെ ഇറച്ചിക്കാണ് പറയുന്നത്. അതുപോലെ തന്നെ പോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്നിയുടെ മാംസത്തിനാണ് പോർക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൽ അടുത്തതാണ് കട്ട്സ് ഓഫ് പിഗ്. പിഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ യൂറോപ്യൻസ് ഒക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പിഗ് വളരെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു മാംസമായിട്ട് കണക്കാക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ അതിന് കുറച്ച് എന്താ പറയാ, റിലീജിയസ് ആയിട്ടുള്ള പശു, പന്നി എന്നൊക്കെ പറയുമ്പോൾ റിലീജിയസ് ആയിട്ട് ചില ആൾക്കാർ കഴിക്കും, ചില ആൾക്കാർ കഴിക്കില്ല, ചില വിഭാഗക്കാർ കഴിക്കും. ഡിപ്പെൻസ് അപ്പോൺ. ഓക്കെ, സോ ലെറ്റ് സീ ദ കട്ട്സ്. നമ്മൾ പഠിക്കുന്ന ഇവിടെ കട്ട്സ് ആണ്. പോർക്ക് പക്ഷേ യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോകുമ്പോൾ പോർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് മെനുവിൽ. അപ്പൊ അതുകൊണ്ട് അതിന്റെ കട്ട്സ് ആണ് പറയുന്നത്. ഇതിൽ 6 കട്ടുകളാണ് വരുന്നത്. ഓക്കെ, ഞാനൊന്ന് വായിക്കാം. അതായത് സ്പെയർ റിബ് അല്ലെങ്കിൽ ഷോൾഡർ ബട്ട്, ലോയിൻ, മൂന്നാമത്തത് ലെഗ് ഓർ ഹാം, 4 ബെല്ലി ഓർ സൈഡ്, 5-മത്തത് ഷോൾഡർ ഓർ പിക്നിക് ഷോൾഡർ, 6-മത്തത് ട്രോട്ടർ അല്ലെങ്കിൽ ഹോക്ക്. ഇത്രയും 6 കട്ടുകളാണ് ഇതിൽ വരുന്നത്, കട്ട്സ് ഓഫ് പോർക്കിൽ വരുന്നത്. അപ്പോൾ പിക്ചർ ഒന്ന് കാണാം, നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണെന്ന്. പിക്ചർ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം, നിങ്ങൾ സ്ലൈഡ് കാണാം, എന്നിട്ട് നിങ്ങൾ ഒന്നുകൂടി ഞാൻ പറയാം. അപ്പോൾ ശ്രദ്ധിക്കാൻ കളർ കൊടുത്തിട്ടുണ്ട് അവിടെ. പല പേരുകളും, ചിലപ്പോൾ പേരുകൾ ചില വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കുമെങ്കിലും നമ്മൾ ഇതിലുള്ള പേരുകൾ തന്നെ പഠിക്കാം കേട്ടോ. അതിൽ ആദ്യമായിട്ട് എന്താണ്? സ്പെയർ റിബ് അല്ലെങ്കിൽ ഷോൾഡർ ബട്ട്. ഓക്കെ, സ്പെയർ റിബ് അല്ലെങ്കിൽ ഷോൾഡർ ബട്ട്, അത് രണ്ടും കൂടി പിക്ചറിൽ മാർക്ക് ചെയ്തിട്ടില്ല, ഏതെങ്കിലും ഒരു പേര് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. 2-മത്തത് ലോയിൻ. ഓക്കെ, 2-മത്താണ് ലോയിൻ. ഓക്കെ, ശ്രദ്ധിക്കുക എവിടെ വരുന്നത് എന്നുള്ളത്. 3 ലെഗ് ഓർ ഹാം, അതായത് ലെഗ്, അതായത് പുറകുവശത്തെ കാലിനാണ് പറയുന്നത് ലെഗ്. ഹാം എന്ന് പറയുന്നത് ലെഗ് അല്ലെങ്കിൽ ഹാം. 4-മത്തെ പറയുന്ന സൈഡാണ് ബെല്ലി. ബെല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയർ ഭാഗത്തിനാണ്, അല്ലെങ്കിൽ സൈഡ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, 5-മത്തത് ഷോൾഡർ അല്ലെങ്കിൽ പിക്നിക് ഷോൾഡർ കേട്ടോ. ഷോൾഡർ ഭാഗത്തിനാണ് പറയുന്നത് ഷോൾഡർ അല്ലെങ്കിൽ പിക്നിക് ഷോൾഡർ എന്ന് പറയുന്നത്. ഇതിൽ ആം ഷോൾഡർ എന്നും ബ്ലേഡ് ഷോൾഡർ എന്നും കാണിച്ചിട്ടുണ്ട്. ആ ഭാഗം രണ്ടും കൂടി ചേർത്ത് നമ്മൾ ഷോൾഡർ അല്ലെങ്കിൽ പിക്നിക് ഷോൾഡർ എന്ന് പറയാറുണ്ട് കേട്ടോ. അത് ഇതിൽ പിക്ചറിൽ കാണിച്ചിരുന്ന പേരുകൾ ചെറിയ വ്യത്യാസമുണ്ട്. അത് 2 ഷോൾഡറിന്റെ ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഷോൾഡറിനെ 2ആയിട്ട് ഹാം ഷോൾഡർ എന്നുള്ളതും അതുപോലെ തന്നെ എന്താണ് ബ്ലേഡ് ഷോൾഡർ എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ നിങ്ങൾ എന്താ ഷോൾഡർ അല്ലെങ്കിൽ പിക്നിക് ഷോൾഡർ, ആ ഭാഗം രണ്ടും, അതായത് റെഡും ഗ്രീനും കളർ, അതായത് ഓറഞ്ചും ഗ്രീനിഷ് കളറും ഡാർക്ക് ഗ്രീനിഷ് കളറും ചേർന്നുള്ള 2 ഭാഗത്തിനും നമ്മൾ ഒന്നിച്ച് നമ്മൾ എന്ത് പറയാറുണ്ട്? ഷോൾഡർ എന്ന് പറയാറുണ്ട്, പിക്നിക് ഷോൾഡർ. അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ആം ഷോൾഡറും ബ്ലേഡ് ഷോൾഡറും വരുന്നത്. നമുക്ക് പഠിക്കാനില്ല,
നിങ്ങൾ ഷോൾഡർ അല്ലെങ്കിൽ പിക്നിക് ഷോൾഡർ എന്ന് മാത്രം പഠിക്കുക പിക്ചർ നോക്കിയിട്ട്. ലാസ്റ്റ് 6 എന്ന് പറഞ്ഞാൽ കാൽഭാഗമാണ്. ട്രോട്ടർ അല്ലെങ്കിൽ ഹോക്ക് വരുന്നത്. ട്രോട്ടർ അല്ലെങ്കിൽ ഹോക്ക് കേട്ടോ. ട്രോട്ടർ എന്ന് പറയാറുണ്ട്, അതായത് കാലിന്റെ ഭാഗത്തിന് അടിഭാഗത്തിന് ട്രോട്ടർ അല്ലെങ്കിൽ ഹോക്ക് എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ഇത്രയാണ് പോർക്കിന്റെ കട്ട്സ് വരുന്നത്. ഓക്കെ, ഇനി ഇതില് പോർക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന 2 സാധനങ്ങൾ എപ്പോഴും ചോദിക്കുന്ന ഒരു 2 മാർക്കിനൊക്കെ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ബാക്കോണും ഹാമും. ഓക്കെ, ബാക്കോൺ അപ്പോൾ എപ്പോഴും ചോദിക്കാറ് വാട്ട് യു മീൻ ബൈ ബാക്കോൺ ആൻഡ് ഹാം എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ ഹാമിനെ കുറിച്ച് പറഞ്ഞു. ഹാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്നിയുടെ പുറകുവശത്തെ കാലിൽ നിന്ന് എടുക്കുന്ന മീറ്റിന് പറയുന്ന പേരാണെന്ത്, ഹാം. അതുപോലെ തന്നെ ബാക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്നിയുടെ ബെല്ലി സൈഡിൽ നിന്നും എടുക്കുന്ന, അതായത് അടിഭാഗത്തു നിന്നും എടുക്കുന്ന മീറ്റിനെ പ്രിസർവേറ്റീവ് ഉപയോഗിച്ച്, സാൾട്ടും അതുപോലെ തന്നെ പ്രിസർവേറ്റീവ് ഉപയോഗിച്ച് നമ്മൾ ലോങ് റണ്ണിന് എടുത്ത് വെച്ച് നമുക്ക് ആവശ്യാനുസരണം എടുത്ത് കുക്ക് ചെയ്ത് കഴിക്കുന്നതിന് നമ്മൾ ബാക്കൺ എന്ന് പറയാറുണ്ട്. ആ ഒരു സാധനത്തിന് ബാക്കൺ എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കണും ഹാമും ശ്രദ്ധിക്കുക, രണ്ടും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പ്രിസർവേറ്റീവ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, രണ്ടിനെയും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. രണ്ടും രണ്ടാണ്. ബേക്കൺ എന്ന് പറഞ്ഞ കട്ട് എവിടുന്നാ വരുന്നത്, പോർക്ക് അല്ലെങ്കിൽ പോർക്കിന്റെ ബെല്ലി സൈഡ് അല്ലെങ്കിൽ സ്പെയർ റിബ് വരുന്ന സാധനം. ബെല്ലി എന്ന് പറഞ്ഞാൽ വയർ, അടിഭാഗത്ത് വരുന്ന ഒരു വയറിന്റെ ഭാഗത്തിൽ നിന്ന് വരുന്ന കട്ടിൽ ഉപയോഗിച്ച് നമ്മൾ അവിടുന്ന് എടുക്കുന്ന കട്ടിൽ മീറ്റ് ഉപയോഗിച്ച് പ്രിസർവേറ്റീവ്സ് ഉപയോഗിച്ച് കൂടുതൽ കാലങ്ങൾ നമ്മൾ അതിനെടുത്ത് വെക്കും. നമ്മൾ പ്രിസർവേറ്റീവ് ഉപയോഗിച്ച് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. മീറ്റൊക്കെ നമ്മൾ പ്രിസർവേറ്റീവ്, ഇപ്പോൾ ബീഫിന്റെ ഒക്കെ അച്ചാറൊക്കെ ഉണ്ടാക്കാറില്ല നമ്മൾ എന്ന് പറഞ്ഞ പോലെ. ഇത് അച്ചാറല്ല, അച്ചാർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്താ വെച്ചാൽ ആ മീറ്റ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, അതിനെ പ്രിസർവേറ്റീവ് ആയിട്ട് ഉപയോഗിച്ച് അതിനെ ആവശ്യാനുസരണം നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും, കേട് വരത്തില്ല. അതിനാണ് ബേക്കൺ എന്ന് പറയുന്നത്. ഹാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഹാം എന്ന് പറഞ്ഞാൽ കാലിന്റെ മുകൾ ഭാഗത്ത്, ലെഗ് ഭാഗത്ത് നിന്ന് എടുക്കുന്ന പീസിനാണ് നമ്മൾ ഹാം എന്ന് പറയുന്നത്. ഹാം ഇതുപോലെ കേർഡ് ആഫ്റ്റർ കട്ടിംഗ് പോലെയൊക്കെ കേർഡിൽ ചെയ്തിട്ട് നമ്മൾ ഇതുണ്ട് സൂക്ഷിച്ചു വെച്ച്, നമ്മൾ പ്രിസർവേറ്റീവ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒന്നുകൂടി നമ്മൾ സൂക്ഷിച്ചു വെച്ച് അതിനെ പിൽക്കാലത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീസറിലൊക്കെ നമുക്ക് ഈ സോസേജ് ഒക്കെ വാങ്ങിക്കുന്ന പോലെ നമുക്ക് ഹാമിനെ കിട്ടാറുണ്ട്. അതുപോലെ തന്നെ അത് ഉപയോഗിച്ച് നമ്മൾ ബർഗറുകളൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഹാമിന്റെയും ബേക്കണിന്റെയും കാര്യം മനസ്സിലായില്ലെങ്കിൽ അതിന്റെ പിക്ചറുകൾ നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടു നോക്കുക, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. പിക്ചർ സ്ലൈഡ് വരുന്നുണ്ട്. ഹാം ഇതുപോലെയാണ് ഹാം ഉണ്ടാവുന്നത്. പിക്ചർ നോക്കുക, ഹാം കണ്ടോ. ഹാം ഉപയോഗിച്ച് നമ്മൾ ബർഗർ ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ റൗണ്ട് പീസിലായിട്ട് ഹാം, ബോൺലെസ് ആയിരിക്കും അത്. പിക്ചർ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അത് ഉപയോഗിച്ച് ഹാം ബർഗർ എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ, ഹാം ബർഗർ. പിന്നെ അതുപോലെ തന്നെ ഹാം ഇതേപോലെ ഇതുപോലെ നമുക്ക് കണ്ടോ കട്ട് ചെയ്ത് നമുക്ക് ഓരോ മീറ്റ് ഉപയോഗിച്ച് ഫ്രീസറിൽ വീണ്ടും വെക്കാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. മനസ്സിലായില്ലേ? ഇനി അടുത്തത് നിങ്ങൾ ബേക്കോൺ നോക്കുക. ബേക്കോൺ പിക്ചർ കണ്ടോ, ഇതുപോലെയാണ് ബേക്കോൺ വരുന്നത്. ബേക്കോൺ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിസർവേറ്റീവ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ബേക്കോൺ ഇതുപോലെ നമ്മൾ സോസേജുകളൊക്കെ വാങ്ങിക്കുന്ന പോലെ നമുക്ക് വിദേശ രാജ്യങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ പറ്റും. ഇതൊക്കെ രണ്ടും മീറ്റിന്റെ പ്രിസർവേറ്റീവ് ഉപയോഗിച്ച് എടുക്കുന്ന മീറ്റ് ഭാഗങ്ങളാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഹാം എടുക്കുന്നത് ഹിൻഡ് ലെഗ് എന്നാണെങ്കിൽ ബേക്കൺ എടുക്കുന്നത് ബെല്ലി സൈഡിൽ നിന്നായിരിക്കും അധികം എടുക്കുന്നുണ്ടാവും. ഇത്രയും രണ്ടുമാണ് ഇതുള്ളത് കേട്ടോ. ഹാം കൂടുതലായിട്ടും ബർഗറുകൾ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കാറ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കട്ട്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. ഓക്കെ, ഇത്രയാണ് നമ്മുടെ മീറ്റിന്റെ കട്ട്സ് വരുന്നത് കേട്ടോ. മീറ്റിന്റെ കട്ട്സ് വരുന്നത് ഇത്രയാണ് നമുക്ക് വരുന്നത്. അതായത് പോർക്ക്, അതുപോലെ തന്നെ ബീഫ്, അതുപോലെ തന്നെ മട്ടൺ. ഇനിയിപ്പോൾ പോർക്കിന്റെ നമുക്ക് അടുത്ത ടോപ്പിക് എന്താണ്, സയൻസ് ഓഫ് ഗുഡ് ക്വാളിറ്റി ഓഫ് പോർക്ക്. പോർക്ക് എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ നല്ല ക്വാളിറ്റി സെലക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത ടോപ്പിക് വരുന്നത്. 4 പോയിന്റ് ഉള്ളത്. ഫസ്റ്റ് വൺ, ക്ലീൻ ഫ്ലഷ് ഷുഡ് ബി പെയിൽ പിങ്ക് ഫേം വിത്ത് എ ഫൈൻ ടെക്സ്ചർ. അതായത് നല്ല കറക്റ്റ് ആയിട്ട് ടെക്സ്ചർ ആയിരിക്കണം. അതുപോലെ തന്നെ വേറൊരു ഡാമേജും ഇല്ലാത്ത ടെക്സ്ചർ ആയിരിക്കണം. ഫൈൻ എന്ന് പറഞ്ഞാൽ സ്മൂത്ത്. ഓക്കെ, അതുപോലെ തന്നെ പെയിൽ പിങ്ക്, അതായത് പിങ്ക് കളർ. പിങ്ക് എന്ന് പറഞ്ഞാൽ പെയിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് വിളറിയ വൈറ്റ് കളർ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പെയിൽ ആയിട്ടുള്ള പിങ്കിഷ് കളർ ആയിരിക്കും. പ്യുവർ പിങ്ക് അല്ല, ഒരു ഓഫ് പിങ്കിനാണ് നമ്മൾ പിങ്ക് കളർ ആയിരിക്കും എന്നുണ്ടാവുക, പോർക്കിനുണ്ടാവുന്നത് കേട്ടോ. അതാണ് അതിന്റെ ടെക്സ്ചറും കളറും പറയുന്നത്. രണ്ടാമത്തത്, ഫാറ്റ് ഷുഡ് ബി വൈറ്റ് ഫേം സ്മൂത്ത് ആൻഡ് നോട്ട് എക്സസീവ്. അതായത് ഫാറ്റ്, അതായത് ഏറ്റവും കൂടുതൽ കൊഴുപ്പ് എന്തിനുണ്ടായിരിക്കും, പന്നിക്കുണ്ടായിരിക്കും. ഫാറ്റ് ബാക്കിയുള്ളതിലൊക്കെ നമ്മൾ ഫാറ്റ് പറഞ്ഞെങ്കിലും അതിനേക്കാൾ കൂടുതലായിട്ട് ഫാറ്റ് കാണുന്നത് പോർക്കിലായിരിക്കും. അപ്പോൾ പോർക്കിന്റെ ഫാറ്റ് ഷുഡ് ബി വൈറ്റ് ഫേം. വൈറ്റ് എന്ന് പറഞ്ഞാൽ വെള്ള കളർ തന്നെയാണ്. ഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പുള്ളത്. സ്മൂത്ത് ആൻഡ് നോട്ട് എക്സസീവ്, അതായത് സ്മൂത്ത് ആയിരിക്കണം. അതുപോലെ തന്നെ എക്സസീവ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഫാറ്റ് ഉണ്ടാവാൻ പാടില്ല. ഒത്തിരി ഫാറ്റ് ഉണ്ടെങ്കിൽ ശരിക്കും വളർത്തുന്നതിലൊക്കെ ഒത്തിരി ഫാറ്റ് നമുക്ക് കാണാൻ പറ്റും. വളർത്തുന്ന കറക്റ്റ് ഫീഡിങ് അല്ലെങ്കിൽ ഒത്തിരി ഫാറ്റ് നമുക്ക് കാണാൻ പറ്റും. ഫാറ്റ് ഷുഡ് നോട്ട് എക്സസീവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്തത്,
മൂന്നാമത്തെ ബോൺ ഷുഡ് ബി സ്മോൾ, ഫൈൻ ആൻഡ് പിങ്കിഷ്. അതായത് ബോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ല് വളരെ സ്മൂത്ത് ആയിരിക്കും. ഫൈൻ എന്ന് പറഞ്ഞാൽ ഫൈൻ ടെക്സ്ചർ കട്ടിയില്ലാത്ത എല്ലുകളായിരിക്കും പോർക്കിനുണ്ടായിരിക്കുന്നത്. അതുപോലെ ചെറിയ ചെറിയ എല്ലുകളായിരിക്കും. അതുപോലെ അതിനും ഒരു പിങ്കിഷ് കളർ ഉണ്ടായിരിക്കും എന്നാണ് ഈ പോയിന്റിൽ പറയുന്നത്. ഓക്കെ, അടുത്തത് തൊലിയെ കുറിച്ചാണ് പറയുന്നത്. സ്കിൻ ഓർ റിൻഡ് അല്ലെങ്കിൽ തൊലി ഷുഡ് ബി സ്മൂത്ത്. അതായത് ഒത്തിരി ഹാർഡ് ആയിരിക്കില്ല, സ്മൂത്ത് ആയിരിക്കും. ഒത്തിരി ഉറപ്പുള്ളതായിരിക്കില്ല പോർക്കിന്റെ മീറ്റ് ഒക്കെ അങ്ങനെ തന്നെയാണ്, അത്ര വലിയൊരു ഉറപ്പുണ്ടാകത്തില്ല കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ് സയൻസ് ഓഫ് ഗുഡ് ക്വാളിറ്റി പോർക്ക്. അപ്പൊ ഇത്രയും നമ്മൾ മീറ്റുകൾ കംപ്ലീറ്റ് ചെയ്തു അല്ലെ. ബീഫ് കംപ്ലീറ്റ് ചെയ്തു, മട്ടൺ കംപ്ലീറ്റ് ചെയ്തു, ബീഫ് കംപ്ലീറ്റ് ചെയ്തു, പോർക്ക് കംപ്ലീറ്റ് ചെയ്തു. ഈ മൂന്നെണ്ണം എങ്ങനെ സെലക്ട് ചെയ്യാന്നുള്ളതും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഈ ടോപ്പിക്കിലെ ലാസ്റ്റ് പാർട്ടാണ് പോളിട്രി. പോളിട്രി എന്ന് പറഞ്ഞാൽ പറഞ്ഞു ചിക്കൻ, കോഴി വിഭാഗത്തിൽ വരുന്ന പക്ഷികൾ നമ്മൾ കഴിക്കുന്നതിനൊക്കെ നമ്മൾ എന്ത് പോളിട്രി എന്ന് പറയാറുണ്ട് അല്ലെ. പോളിട്രി ഇസ് എ ജനറൽ ടേം അപ്ലൈഡ് ടു ഓൾ ബേർഡ്സ് ഫെഡ് ഫോർ ദ മീറ്റ്. ദേ ആർ നോർമലി ഡൊമസ്റ്റിക് ബേർഡ്സ് ആണ് സാധാരണയായിട്ട് നമ്മൾ പോളിട്രി എന്ന് പറയാറുള്ളത്. ഡൊമസ്റ്റിക് ബേർഡ് ആണ് വീടുകളിൽ വളർത്തുന്ന പക്ഷികളെയാണ് നമ്മൾ, പക്ഷി വിഭാഗത്തിൽ പെടുന്നതിനെയാണ് നമ്മൾ എന്താണ് പോളിട്രി എന്ന് പറയാറുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതലായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഒരുപാടെണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് കഴിക്കാൻ ഉപയോഗിക്കുന്ന മീറ്റ് അല്ലെങ്കിൽ കഴിക്കുന്ന മീറ്റ് ഉള്ള 2-3 4-5 അവർ പറയുന്നുണ്ട്. അത് ഏതൊക്കെ നമുക്ക് നോക്കാം. ഒന്ന് ചിക്കൻ എല്ലാവർക്കും അറിയാം, കോഴി അല്ലെ. നമ്മൾ ഒന്നുമില്ല വളർത്തും, അല്ലെങ്കിൽ ബ്രോയിലർ കോഴി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വിഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അടുത്തത് ഡക്ക് എന്ന് പറഞ്ഞാൽ താറാവ്, അതും പോളിട്രിയിൽ വരുന്നതാണ്. അടുത്തത് ഗൂസ്. എന്താ ഗൂസ് എന്ന് പറഞ്ഞാൽ? ഗൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ താറാവിനെ പോലെ തന്നെ ബാത്ത് എന്ന് പറയും. അരയന്നം എന്നൊക്കെ, അരയന്നല്ല, അരയന്നം പോലെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ഭംഗിയുള്ള കുറച്ച് നീണ്ട കൊക്കും കാര്യങ്ങളൊക്കെ. ഗൂസ് ബാത്ത് എന്നാണ് സാധാരണ പറയാറ്. അത് എല്ലാ മേഖലയിലും അത് തന്നെയാണോ പറയാറെന്ന് എനിക്കറിയില്ല. ചിലടത്ത് അരയന്നം എന്നൊക്കെ പറയും. അരയന്നം അല്ല എങ്കിലും അത് കണ്ടു കഴിഞ്ഞാൽ അതുപോലെ ഇരിക്കും, അതുകൊണ്ടായിരിക്കാം ഗൂസ്. ടർക്കി നിങ്ങൾക്ക് അറിയാം, ടർക്കി കോഴി ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. അത് അടുത്തത് ഗിനി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗിനി കോഴി കേട്ടോ. പിന്നെ ഇതിൽ വരുന്ന ക്യുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കാട ഇറച്ചി. അതെല്ലാവർക്കും കാട തന്നെയാണ് പറയുക, കാട. അതുപോലെ തന്നെ പീജിയൻ, പ്രാവ്. ഇതൊക്കെ നമ്മൾ എവിടെ വരും? പോളിട്രിയിൽ വരാറുണ്ട്. അപ്പൊ പോളിട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡൊമസ്റ്റിക് ബേർഡ്സ്, വളർത്തുന്ന ബേർഡ്സ് നമ്മൾ മീറ്റിന് ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ശരിക്കും സാധാരണ പോളിട്രി എന്ന് പറയാറ്. ഇതിൽ ഒത്തിരി ബേർഡ്സ് വരുമെങ്കിൽ നമ്മൾ അതിൽ ഉള്ള 4-5 നമ്മൾ പറഞ്ഞു. ഒന്ന് ചിക്കൻ മേജറായിട്ട് വരും, ഡക്ക്, അതുപോലെ തന്നെ ഗൂസ്, ടർക്കി, ഗിനി, അതുപോലെ തന്നെ പീജൻ. ഇത്രയും 6 നമ്മൾ കൂടുതലായിട്ട് വരും. പിന്നെ ക്യുൽ, കാട. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തിൽ വരുന്നത്? പോളിട്രിയിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് കട്ട്സ് പഠിക്കാനുള്ളതും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ചിക്കൻ ആണ്. വേൾഡ് അറൌണ്ട് അല്ല, എല്ലാ കുസീനിൽ പോലും ചിക്കൻ ഒഴിവാക്കാൻ പറ്റത്തില്ല. ചിക്കനാണ് കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ചിക്കന്റെ വെറൈറ്റീസ് ആണ് ഇതിൽ കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിൽ നമുക്ക് മേജറായിട്ട് ഒറ്റ കട്ട് മാത്രമേ പഠിക്കാനുള്ളൂ. എന്താണ്? ചിക്കൻ കേട്ടോ. കട്ട്സ് ഓഫ് ചിക്കൻ എപ്പോഴും ചോദിക്കാറുണ്ട്. 6 കട്ടാണ്. ഓക്കെ, 6 കട്ടാണ് ചിക്കന് വരുന്നത്. പിക്ചറും ശ്രദ്ധിക്കുക. നിങ്ങൾക്കത് കട്ട് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ നെക്ക് ഭാഗം നിങ്ങൾക്ക് നമ്പർ ഇട്ടിട്ടുണ്ട്. ആ നമ്പർ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. നെക്ക്, 2 വിങ്സ്, 3 വിംഗ്ലെറ്റ്സ്, 4 തൈ, 5 ബ്രസ്റ്റ്, 6 ഡ്രം സ്റ്റിക്ക്. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് കേട്ടോ. ഇത്രയും കട്ട്സ് ആണ് വരുന്നത്. അപ്പൊ 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഒന്നിന്റെ വേറൊരു പീസാണ് അപ്പുറത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് അതിൽ നമ്പർ ഇടാത്ത. നെക്ക് മാത്രമേ ഒന്നുള്ളൂ, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ഇപ്പുറത്തും അതേപോലെ പീസ് കാണാം. സെയിം പേര് തന്നെയാണ് പറയാം. ഞാൻ പിക്ചർ അങ്ങനെ ഇട്ടുന്നേ ഉള്ളൂ. ഓക്കെ, നെക്ക്, വിങ്സ്, വിംഗ്ലെറ്റ്സ്, തൈ, ബ്രസ്റ്റ് ആൻഡ് ഡ്രം സ്റ്റിക്ക്. ആ നമ്പർ ശ്രദ്ധിക്കുക. ഓരോ നമ്പർ ഞാൻ ഓരോ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. അതാണ്. ഓക്കെ, തെറ്റാണ്ട് പഠിക്കാം കേട്ടോ. ഇറ്റ്സ് ഈസി. എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പോളിട്രിയിൽ അപ്പൊ നമുക്ക് എന്ത് മാത്രമേ പഠിക്കാനുള്ളൂ? ചിക്കൻ മാത്രമേ പഠിക്കാവൂ. ആൻഡ് നെക്സ്റ്റ് ഈ ഒരു ചാപ്റ്റർ ലാസ്റ്റ് ടോപ്പിക് ആണ് ആസ് യൂഷ്വൽ സൈൻ ഓഫ് ഗുഡ് ക്വാളിറ്റി. ക്വാളിറ്റി എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? ക്വാളിറ്റി പോളിട്രി എന്ന് ഉദ്ദേശിക്കുന്നത് എസ്പെഷ്യലി പോളിട്രിയുടെ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുമ്പോൾ അതിന്റെ ക്വാളിറ്റി എങ്ങനെ ചെക്ക് ചെയ്യുക? നേരത്തെ പറഞ്ഞ പോലെ. ഓക്കെ, ഇതിൽ 6 പോയിന്റുകൾ. ഒന്ന് ഫെദേഴ്സ്, എസ്പെഷ്യലി ദ ക്യൂൽസ് ഓർ ദ വിങ്സ് ഷുഡ് ബി ഈസിലി ടു പുൾ ഔട്ട്. ഫെദറുകൾ, അതായത് നമ്മൾ ഇതിൽ കൂടുതലും നമ്മൾ ചിക്കൻ സാധാരണ കട്ട് ചെയ്തിട്ടാണ് ഷോപ്പിൽ നിന്ന് കിട്ടാറ്. പക്ഷെ ഇതിൽ പറയുന്ന പേര് ജീവനോടെയുള്ള ഇതിനെ എങ്ങനെ സെലക്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മീറ്റുകൾ എങ്ങനെയാണെന്നുള്ളത്. പക്ഷെ പോളിട്രി എന്താണ്? ജീവനോടെ ഉള്ളതിന്റെ അതല്ലെങ്കിൽ നമുക്കത് ഫെദേഴ്സ് അതിനെ പറയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ അതൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഫെദേഴ്സ് എസ്പെഷ്യലി ഓൺ ദ ക്യൂംസ് ഓൺ ദ വിങ് ഷുഡ് ബി ഈസിലി പുൾ ഔട്ട്. അപ്പൊ നമ്മളത് ഒരാളതിനെ നീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുമ്പോൾ അതിന്റെ ഫെദറുകൾ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യണം? കിട്ടണം കേട്ടോ. ഫെദർ കിട്ടണം, പെട്ടെന്ന് നമ്മൾ പുൾ ചെയ്താൽ കിട്ടണം. അത് ഒന്നാമത്തെ പോയിന്റ്.
ഉറപ്പുള്ളതിനൊക്കെ എന്താണ് പ്രായം കൂടും. ഇതിൽ കൂടുതൽ കാര്യങ്ങളും സയൻസ് പറയുന്നതാണ് ഇതിന്റെ മൂപ്പ് എന്ന് പറയുന്നത്. അതായത് പ്രായം കൂടിയതാണെങ്കിൽ ടേസ്റ്റ് കുറയും. ഇപ്പൊ ചിക്കനൊക്കെ ആണെങ്കിൽ ഒരു മീഡിയം ചിക്കനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ സ്പ്രിംഗ് ചിക്കൻ എന്നൊക്കെ പറഞ്ഞ് തീരെ ചെറിയ ചിക്കൻ, അതിന്റെ മൂപ്പ് കൂടുന്തോറും പ്രായം കൂടുന്തോറും ചിക്കന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഇവിടെ നോക്കാൻ മേജറായിട്ട് എല്ലാ പോയിന്റിലും പറയുന്നത്. നമുക്ക് നോക്കാം. ആദ്യം പറയുന്നത് അതിന്റെ ഫെദറുകൾ, അതായത് തൂവല് എന്താണ് പറിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പോരണം. ഉറപ്പുള്ളതാണെങ്കിൽ അതിന് പ്രായം കൂടിയെന്ന് അർത്ഥം. ഓക്കെ. രണ്ടാമത്തത് ദ സ്കിൻ ഷുഡ് ബി ക്ലീൻ സ്മൂത്ത്, ഇറ്റ് ഷുഡ് ബി അൺബ്രോക്കൺ വിത്ത് നോ കട്ട്സ് ബ്ലഡ് പാച്ചസ് ഓർ എവിഡൻസ് ഓഫ് ബ്രൂയിസിങ്. അതായത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ സ്കിൻ ഷുഡ് ബി ക്ലിയർ. നമ്മളത് തൂവല് പറിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആ സ്കിൻ, അതായത് തൂവല് പറിച്ചു കഴിഞ്ഞിട്ടുള്ള സ്കിൻ എപ്പോഴും നന്നായിരിക്കണം, സ്മൂത്ത് ആയിരിക്കണം. അതുപോലെ തന്നെ അവിടെ കട്ട്സ്, അതായത് കട്ട്സ് ബേൺസ്, അതായത് മുറിവുണ്ടായ പാടുകളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ. പിന്നെ അത് എന്താ പറയാൻ കാരണം വെച്ചാൽ നമ്മൾ വളർത്തുന്നതാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മൾ ഈ ബ്രോയിലർ കോഴിച്ചൊക്കെ ഷോപ്പിൽ നിന്നൊക്കെ പോയി വാങ്ങിക്കുമ്പോൾ നമ്മൾ ഫിദർ അടിച്ചതിൽ കട്ട്സ് ഉണ്ടെങ്കിൽ അത് മുറി പണ്ടേ ആയതാവും. ചിലപ്പോൾ മുറി അത് ഗ്രില്ലിന്റെ ഉള്ളിൽ കടന്നിട്ടോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിലോ, ചിലപ്പോൾ ഇവൻ നാച്ചുറൽ ആണെങ്കിൽ കട്ട്സ് ഉണ്ടെങ്കിൽ അതിൽ ജേംസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതായത് മുറി പറ്റിയതാണെങ്കിൽ അതിൽ ജേംസ് ഒക്കെ വരാൻ ചാൻസ്. അതുകൊണ്ടാണ് പറഞ്ഞത് തൊലി പറിച്ചു കഴിഞ്ഞാൽ അതിൽ യാതൊരു കട്ടുകളും ഉണ്ടാവാൻ പാടില്ല. കട്ടെന്ന് ഉദ്ദേശിക്കുന്ന മുറിയുടെ മുറികളും ഉണ്ടാവാൻ പാടില്ല എന്നർത്ഥം കേട്ടോ. മൂന്നാമത്തെ പോയിന്റ്, ദ ഫീറ്റ് ഷുഡ് ബി സപ്പിൾ വിത്ത് സ്മൂത്ത് ഈവൻ ഓവർലാപ്പിംഗ് സ്കെയിൽസ്. ഫീറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ കാൽഭാഗം സപ്പിൾ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി സ്മൂത്ത് ഓവർലാപ്പിംഗ് സ്കെയിൽസ്. അതായത് അതിന്റെ ഒരു സ്കെയിൽസ് എന്ന് പറഞ്ഞാൽ അതിന്റെ തൊലി ഭാഗം, കാലിന്റെ അടിഭാഗത്തുള്ള തൊലികൾ കറക്റ്റ് ആയിരിക്കണം, ഓവർലാപ്പ് ചെയ്യരുന്ന അർത്ഥം കേട്ടോ. ഓവർലാപ്പ് ചെയ്താൽ ഒരുപാട് വളർച്ച വരില്ല, കാരണം മൂത്തതായിരിക്കുന്ന അർത്ഥം കേട്ടോ. കോംബ് ആൻഡ് വെറ്റിൽ ഷുഡ് ബി സ്മോൾ ആൻഡ് നോട്ട് വെൽ ഡെവലപ്പ്. കോംബ് ആൻഡ് വെറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോംബ് എന്ന് പറഞ്ഞാൽ പൂവ് അല്ലെ, പൂവൻ കോഴി ആണെങ്കിൽ വലിയ പൂവുണ്ടായിരിക്കും. അതുപോലെ തന്നെ പിടക്കോഴി ആണെങ്കിൽ ചെറിയ പൂവുണ്ടായിരിക്കും. ആ പൂവ് എന്തിരിക്കണം, കോമ്പാക്ട് ആയിരിക്കണം, അതായത് സ്മോൾ, ചെറുതായിരിക്കണം. അതുപോലെ തന്നെ വെറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെവിയുടെ ഭാഗത്തുനിന്നും ഒരു പൂവ് പോലെ നമുക്ക് കാണാൻ പറ്റും, ഒരു ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും. അതിനാണ് വെറ്റിൽ എന്ന് പറയുന്നത്. അപ്പൊ കോമ്പും വെറ്റിലും ഒത്തിരി വളർന്നതാവരുത്, ഒരു മീഡിയം സൈസിൽ ചെറുതായിരിക്കണം എന്നർത്ഥം. ഒത്തിരി വളർന്നു കഴിഞ്ഞാൽ പ്രായം ഒത്തിരി ഉണ്ടെന്ന് അർത്ഥം, നന്നല്ല, അതൊരു ഗുഡ് സൈൻ അല്ല എന്നർത്ഥം കേട്ടോ. അതൊക്കെ വേണം, പക്ഷെ എല്ലാം ചെറുതായിരിക്കണം എന്നർത്ഥം. അടുത്തത് കാലാണ്, കോമ്പാക്ട് വെൽ ഫ്ലഷ്ഡ്. ഓക്കെ. കാല് ഈവൻലി ഫ്ലഷ്ഡ് ആയിരിക്കും. ഈവൻലി ഫ്ലഷ്ഡ് എന്ന് വെച്ചാൽ ഒരേപോലെയുള്ളതായിരിക്കണം, അല്ലാണ്ട് ചില ഭാഗത്ത് തടി ചില ഭാഗത്ത് കുറവ്, അങ്ങനെയല്ല, ഈവൺ ആയിരിക്കണം എന്നർത്ഥം, ഒരുപോലെ ആയിരിക്കണം എന്നർത്ഥം കാല് കേട്ടോ. അടുത്തത് തൊലി കോച്ച്, സ്കിൻ ഷുഡ് ബി പെയിൽ വൈറ്റ് കളർ. നിങ്ങൾക്ക് എല്ലാം അറിയാം, പെയിൽ വൈറ്റ് എന്ന് പറഞ്ഞാൽ ഓഫ് വൈറ്റ് കളർ ആയിരിക്കും ചിക്കന്റെ കളർ. നിങ്ങൾ എല്ലാവരും വാങ്ങുന്നത് ചിക്കൻ ടർക്കി, റിച്ച് ക്രീം വൈറ്റ്, അപ്പൊ ഓരോന്നിനും ഓരോ കളറാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ ചിക്കൻ ആണെങ്കിൽ അത് പെയിൽ വൈറ്റ് കളർ ആയിരിക്കണം. പെയിൽ വൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് വൈറ്റ് കളർ ആയിരിക്കണം ചിക്കനും ടർക്കിക്കും. ആൻഡ് റിച്ച് ക്രീം വൈറ്റ് ഫോർ ഡക്ക്, അതായത് കുറച്ചുകൂടി ക്രീമി എന്ന് പറഞ്ഞാൽ ക്രീം കളർ കൂടുതലായിരിക്കും ഇതിന് ഡക്കിന്. ഓക്കെ. ഡക്കിനും ഗോസിനും. ആൻഡ് ഗ്രേ വൈറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഗ്രേ കളർ, വൈറ്റിൽ ഗ്രേ കളർ കൂടി ചേർന്ന് ഗിനിക്കോഴിക്കും അതുപോലെ തന്നെ പീജിയൻ ഫൗൾ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടി ഡാർക്കിഷ് കളർ ആയിരിക്കും. ഒരുപാട് ഡാർക്ക് അല്ല, കുറവ്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങളോട് കൂടി നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചാപ്റ്റർ ഫിഷ് ആൻഡ് മീറ്റ് കുക്കറി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അസൈൻമെന്റ്സുകൾ നിങ്ങൾക്ക് ഇനി ആദ്യത്തെ അസൈൻമെന്റ് മാത്രമേ ഞാൻ വീഡിയോയിൽ പറഞ്ഞുള്ളൂ. ഇനിയുള്ള അസൈൻമെന്റുകൾ നിങ്ങളുടെ അതത് വൊക്കേഷണൽ അധ്യാപകർ പറഞ്ഞു തരും. കുറച്ച് സ്പീഡായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്, കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ ലിമിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ കൂടുതൽ ഡൗട്ട്സ് നിങ്ങൾ അതത് വൊക്കേഷണൽ ടീച്ചേഴ്സിനോട് നിങ്ങൾ ക്ലിയർ ചെയ്ത് വരിക. ഓക്കെ. അപ്പോൾ എന്തായാലും ഇത്രയും നേരം എൻ്റെ ക്ലാസ് കണ്ട എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്.